നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 ഫെബ്രുവരി മാസം 21-ാം തീയതി 1200-ാം ആണ്ട് കുംഭമാസം 9-ാം തീയതി വെള്ളിയാഴ്ച. ഇന്ന് അനിഴം നക്ഷത്രമാണ്. നക്ഷത്രം അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രം പൊതുവെ ശുഭനക്ഷത്രങ്ങളിൽപ്പെടുന്ന ഒന്നാണ് അനിഴം. അപ്പോൾ ഇന്നത്തെ ദിവസം ശുഭദിവസം, ശുക്രൻ്റെ ദിവസം, നക്ഷത്രം അനിഴം നക്ഷത്രം, ഇതെല്ലാം കൂടി ഒത്തു വന്നിരിക്കുന്ന ഒരു ദിവസം തന്നെയാണ്. അതായത് ശരിക്കും പറയുകയാണെങ്കിൽ ശുഭദിവസം തന്നെയാണ്. ശുഭകാര്യങ്ങൾക്ക് ഏറ്റവും അനുകൂലപ്രദമായ ദിവസവും കൂടിയാണ് ഇന്ന്. അതുകൊണ്ട് നമുക്കിന്ന് യഥേഷ്ടം ഓരോ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവാം. അതുപോലെ അനിഴം നക്ഷത്രം, കുംഭമാസത്തിലെ അനിഴം നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ, ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ഭാഗ്യദായകമായ ഒരു വർഷമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക്, ഈ മാസത്തിൽ ജനിച്ചവർക്ക്. സാമ്പത്തിക പുരോഗതി വന്നു ചേരും. ഗ്രഹോപകരണങ്ങൾ വാങ്ങാനിടവരും. ശരിക്ക് വാഹനാദി ഭാഗ്യം സിദ്ധിക്കും. വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കും. വിവാഹ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാവും. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള പുരോഗതി വന്നു ചേരും. അപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ തന്നെ എന്തെങ്കിലും വിള്ളലൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കപ്പെടാനും കൂടി ഇടവരുന്ന കാലയളവ് തന്നെയാണ്. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഈ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് സന്തോഷപ്രദമായ ഒരു വർഷമായിരിക്കും പ്രദാനം ചെയ്യുക. നമ്മൾ എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ പീരീഡിനെ മാക്സിമം വിനിയോഗിക്കണം. നമുക്ക് ഓരോ കാര്യത്തിന് വേണ്ടി മാക്സിമം എടുക്കണം. കാരണം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കായിരിക്കും നമുക്ക് ഒരു നല്ല സമയം വരണത്. ആ നല്ല സമയത്ത് എത്രത്തോളം ഉപയോഗപ്പെടുത്തുന്നതോ അതാണ് വിജയം. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുന്നവർ രാവുകാല സമയം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും. 10:30 മണി മുതൽ 12 മണി വരെ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 11:10 വരെ ആവുമ്പോഴേ രാവുകാലം തുടങ്ങുകയുള്ളൂ. 12 മണി 38 വരെ രാവുകാല സമയമുണ്ട്. അപ്പോൾ രാഹുവിനെ എത്രത്തോളം പ്രീതിപ്പെടുത്തി കൊണ്ടുപോകാമോ അത്രയ്ക്ക് പ്രീതിപ്പെടുത്തി കൊണ്ടുപോകണം. വളരെ ഗുണഫലത്തെ പ്രദാനം ചെയ്യുന്ന ഒന്നാണ് രാഹു. രാഹുവിനെ അത്രയ്ക്ക് നമുക്ക് പ്രീതിപ്പെടുത്തി കൊണ്ടുപോകണം. കാരണം രാഹുവിൻ്റെ സമയത്ത് ചാടി വീഴുന്ന ഒന്നും ചെയ്യാതെ രാഹുവിനെ പ്രീതിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ രാഹുവിനെ സമയത്ത് നമ്മൾ രാഹുവിനെ ശ്രദ്ധിക്കാതെ പോകരുതെന്നർത്ഥം. അതുപോലെ തന്നെ 2 സമയങ്ങൾ ഒരു കാര്യത്തിനും കൊള്ളത്തില്ല. ഒന്ന് ഗുളികകാല സമയവും മറ്റൊന്ന് യമകണ്ഠ കാല സമയവും. ഗുളികകാല സമയം വരുന്നത് 8:14 തൊട്ട് 9:42 വരെയും യമകണ്ഠ കാല സമയം വരുന്നത് 3:34 തൊട്ട് 5:03 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അതുപോലെ തന്നെ എല്ലാ ദിവസവും അഭിജിത്ത് മുഹൂർത്തമുണ്ട്. ഇന്നും അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് 12:14 തൊട്ട് 1:02 വരെയാണ്. ഈ സമയം എന്ത് ദോഷങ്ങളുണ്ടെങ്കിലും മാറ്റി ഐശ്വര്യത്തെ കൊടുക്കുന്ന സമയമാണ്. അല്ലാതെ തന്നെ മുഹൂർത്തമുണ്ട്, എന്നാൽ അഭിജിത്ത് മുഹൂർത്തം എടുക്കാവുന്ന ദിവസവും കൂടിയാണ് ഇന്ന്. അതുപോലെ ഓരോ കാര്യത്തിന് നമ്മൾ ഇറങ്ങുമ്പോൾ അന്ന് ശുക്രൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ശുക്രൻ്റെ ഭരണ ദിവസമാണ്. ശുക്രൻ അനുവദിച്ച് കൊടുത്തിരിക്കുന്ന ദിവസമാണ് ആഴ്ചയിൽ ഒരു ദിവസം. അപ്പോൾ അത് ശുക്രൻ്റെ ദിവസം നമ്മൾ ശുക്രന് അനുകൂലമായിട്ട് ജീവിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ശുക്രൻ്റെ പ്രകാശം നമ്മളിലേക്ക്, അതിൻ്റെ റേഡിയേഷൻ നമ്മളിലേക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വസ്ത്രധാരണത്തിന് വളരെ പ്രാധാന്യം കൊടുക്കണം. പ്രത്യേകിച്ച് റെഡ് കളറോ അതുപോലെ
റെഡ് മിക്സ് ആയിട്ടുള്ള കളറ് വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഏറ്റവും ഭാഗ്യദായകമായി തീരും. അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഐശ്വര്യപ്രദമായ ഒരു ദിവസമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.